ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ കാണാൻ കാഴ്ചയിൽ പോയാലോ? ഇന്ന് ഞാൻ ഒരു ചെടി ഞാൻ കാണിക്കാം. ആക്ച്വലി ഇതിനെ വള്ളിച്ചെടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ പടന്ന് കയറുന്ന ഒരു ഉണ്ടോ ഉണ്ടോ വീട്ടിലൊക്കെ വേണം അലങ്കാരമായിട്ടൊക്കെ നടാൻ കൊള്ളാം. എൻ്റെ കുഞ്ഞിനെയൊക്കെ നമ്മുടെ ഈ അയ്യത്തും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് സീതത്താലി എന്നാണ്. അറിയാവുന്നവർക്കറിയാം. ഇതിൻ്റെ പുറകെ ഒരു കഥയുണ്ട്. പണ്ട് ഞാൻ മറന്നുപോയി. സീത താലി എറിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ ശരിയായി വന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ട് കഥ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയുമോ? ഇതാണ് അണ്ണാമ്പൊത്തെന്ന് പറയും. എൻ്റെ ഈ സാധനം കണ്ടോ, അണ്ണാമ്പൊത്ത്. പണ്ട് എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇതും കൊണ്ട് ഞാൻ സ്ലേറ്റൊക്കെ തുടച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ ഈ സാധനം ഇളക്കി, ഇതല്ല ഇത് വലുതാകും കേട്ടോ, ഇത് തയ്യാ, ഇത് സ്ലേറ്റൊക്കെ തുടയ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വഴിയിൽ ഓണം ആയപ്പോഴത്തേനും മത്തയൊക്കെ പൂത്തു. ഇത് ആൺപൂവ്, ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, മത്തയുടെ പൂവ് ഇതൊക്കെ പൂത്ത് ഇതിന് മുട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൺപൂവ്, കായ്ക്കുന്നതല്ല. പിന്നെ കുറേ ആൺപൂവ് ഉണ്ടായിട്ടാണ് പിന്നെ കായുള്ള പെൺപൂവ് ഉണ്ടാവുന്നത്. ഇതാണ് ഈ മത്തയുടെ ഇവിടെ കണ്ടോ, ഇതാണ് പെൺപൂവെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ കണ്ടോ മത്തങ്ങയുടെ ശകലം വന്നേക്കുന്നത്, ഇതുള്ളതാണ് പെൺപൂവ്. നിങ്ങളെ ഞാൻ ഒരു ചെടി കാണിച്ചുതരാം. എൻ്റെ ഇത് കണ്ടോ, ചെടിയല്ല, ഒരു സൈസ് കാടാണേ. ഇത് കണ്ടോ, എനിക്കിതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഇതുപോലെ വേറൊരു ഇതുണ്ട്. അതിൻ്റെ പേര് ശീമക്കൊങ്ങിണി എന്നാണ്. ഇത് കണ്ടോ, ഇതത്തെ പൂവിൻ്റെ കളർ കണ്ടോ, എനിക്ക് ഫോക്കസായിട്ട് എന്തോ നിൽക്കും. അതേണ്ട ഈ പൂ കണ്ടോ, ഒരു ശീമക്കൊങ്ങിണിയുടെ വരുമ്പോൾ ഇത് നല്ല ഒരു വയലറ്റ് അല്ല, ഒരു നല്ലൊരു നീല കളർ വരും. സെയിം ഇതുപോലത്തെ തന്നെ ഇല, ഇച്ചിരി വലിയൊരു ഇലയാണ് ശീമക്കൊങ്ങിണിയുടെ. അതിപ്പോൾ കാണാനേ ഇല്ല, ഒത്തിരി നാളായി ഞാൻ കണ്ടിട്ട്. ചില ചിത്രശലഭങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ചുറ്റും പറക്കുന്ന കാണായിരുന്നു ശീമക്കൊങ്ങിണിയുടെ. ഇതായത് കണ്ടില്ലേ, എല്ലാം ശീമക്കൊങ്ങിണിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിൽ ഇത് കളയായിരിക്കും. പല നാട്ടുകളിൽ പല വീടുകളിൽ ചിലപ്പോൾ ഇത് ചെടികളായിട്ട് നട്ടുന്നുണ്ടായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. ഇനിയാണ് കേസ് നിങ്ങളെ നൊസ്റ്റ് ഉണർത്തുന്നൊരു സാധനം കാണിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതൊരു സൈസ് പോച്ചയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവുന്നതിന് പോച്ച എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ഇല കണ്ടോ, ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനകത്ത് വേരിങ്ങനെ കണ്ണുനീർത്തുള്ളി പോലൊരു സാധനം ഉണ്ടായി വരും കേട്ടോ. വെള്ളം ഇങ്ങനെ കണ്ണുനീർ ഇത് ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അതൊക്കെ എടുത്ത് ഞങ്ങൾ കണ്ണെഴുതുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.